സംഭവം അടിപൊളി പടായിരുന്നു. അത് ഷൈൻ നിഗത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുവരുമെന്നല്ല, അടിപൊളി പടം. അതായത് ഫൈറ്റ് സീക്വൻസ് ആയാലും ഉള്ള അഭിനയം ആയാലും അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലൈമാക്സിലുള്ള ഒരു അഭിനയമൊക്കെ ഇല്ലേ, അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇമോഷണൽ സീൻസൊക്കെ ഷൈൻ നിഗം അടിപൊളിയായിട്ട് ചെയ്യും. ഇതിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക. നമ്മുടെ ശാന്തനു ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ബാക്കി രണ്ടുപേരോടെ ഉണ്ട്. അത് 4 പേരുടെ കഥയാണ്. അപ്പോൾ 4 പേരിൽ ബാക്കിയുള്ള 2 പേര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് എനിക്കറിയില്ല, എന്നാലും രമേശും പിന്നെ മറ്റേ രണ്ടാമത്തെ ഒരാൾ മണി, അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണിമ ഫസ്റ്റ് ഹാഫ് അത്ര ഇതായിട്ട് തോന്നിയില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ പൂർണിമയ്ക്കും നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പടം അടിപൊളിയാണ്. അതായത് പക്ക വയലൻസ് ആണ് പടം. അപ്പോൾ നല്ല രീതിയിൽ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മലയാളി മങ്കീസിന്റെ ഒരു സാധനമൊക്കെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. മ്യൂസിക് ഒന്നും പറയാനില്ല, ഫൈറ്റിനനുസരിച്ചുള്ള മ്യൂസിക് ഇട്ടുണ്ട്. പിന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം കാണാൻ നോക്കുക, കാരണം പക്ക വയലൻസ് പടമാണ്. എന്തായാലും നല്ലൊരു ഷൈൻ നിഗം നല്ല രീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്.